മൂവാറ്റുപുഴ സെൻട്രൽ മഹൽ മസ്ജിദിലെ ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഇവിടെ കേൾപ്പിക്കാം. അതിന്റെ യാഥാർത്ഥ്യം, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതാണ്. നമ്മുടെ നേതൃത്വത്തിന്റെ നസീഹത്തിലുണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാകും, നഫ്സ് മുത്മഇന്ന എന്ന സ്വർഗീയ മങ്കയെ നിക്കാഹ് കഴിക്കണമെങ്കിൽ മുഹീദ്ദീൻ മാല മഹർ കൊടുക്കണം, ഇല്ലെങ്കിൽ കറാച്ചി പാത്തുമാനെ കെട്ടാൻ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രയോഗം, എന്തൊരു മനോഹരം, എത്ര ആശയ ഗാംഭീര്യമുണ്ട് ആ പ്രയോഗത്തിന്. എന്ന സ്വർഗീയ ഹൂറിയെ കെട്ടണമെങ്കിൽ മുഹീദ്ദീൻ മാല മഹർ കൊടുക്കണം, ഇല്ലെങ്കിൽ ജാരസന്തതികൾ പിറന്ന കറാച്ചി പാത്തുമാനെ കെട്ടാൻ പറ്റും. ഇനി കേൾക്കണോ? വേണ്ട വേണ്ട, ഇനി കേൾക്കണ്ട. പ്രിയമുള്ളവരെ, ഇനി കേൾക്കണോ എന്നുള്ളതാണ് ആ സഹോദരൻ ചോദിക്കുന്നത്. ആ സഹോദരൻ കേൾപ്പിച്ച ആ വോയിസിൽ പറയുന്ന കാര്യം എന്താണ്? മുത്മഹിന്ന എന്ന് പറയുന്ന സ്വർഗീയ സുരലോക സുന്ദരിയെ വിവാഹം കഴിക്കണമെങ്കിൽ അവിടെ മഹറായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, നൽകേണ്ടത് അത് മുഹീദ്ദീൻ മാലയാണ് എന്നുള്ളതാണ്. എന്താണ് മുഹീദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ, വല്ല നീലത്തേന്നും എന്നെ വിളിപ്പോർക്ക് വഹകൂടാവു തീരം ചെയ്യും എന്നോവറാക്കി പാടിയിട്ടുള്ള പാട്ട്. കുറച്ച് കാലങ്ങൾ മുമ്പ്, 1400 കൊല്ലങ്ങൾ മുമ്പ്, കാലി മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ, കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ എന്ന് പറഞ്ഞ ആ കാലി മുഹമ്മദ് മൂപ്പര് എഴുതിയിട്ടില്ല. എവിടെ നോക്കിയിട്ട് എഴുതിയിട്ടില്ല? അവർ സ്വന്നബൈത്തേനോം ബഹജാക്കി താബേനോം അങ്ങീനെ തക്മീല അതെന്ന് ചൊന്നോവർ. യാറ് ചൊന്നത് എന്നുള്ളത് എഴുതിയോൽക്കും അറിയില്ല, അത് വായിക്കണോൽക്കും അറിയില്ല, അത് കേൾക്കണോൽക്കും അറിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നിട്ട് ഈ സുനാമി, ഇത് മഹർ കൊടുത്താൽ സ്വർഗത്തിലുള്ള സുരലോക സുന്ദരിയായ ഹൂർലീനായ ഒരു പെണ്ണിനെ കിട്ടും എന്നാണ് പറയുന്നത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടുന്നത് കറാച്ചി പാത്തുമാനെയാണ് എന്ന് പറഞ്ഞത്. കറാച്ചി പാത്തുമാന്റെ കൊണ എന്താണെന്നുള്ളതൊക്കെ മൗലിയർ തന്നെ പറയുന്നുണ്ട്. കറാച്ചി പാത്തുമ്മ ഈ ഇവരുടെ ആഖിറവും ദുനിയാവും കബൂറാക്കി കളയുന്ന ഇജാതി കബൂറുകള് ഇവിറ്റ ഉള്ള കാലത്തോളം കുറച്ചൊക്കെ ജനങ്ങള് അവര് നരകത്തിന്റെ വിറകുകളായിട്ട് മാറും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ പരാമർശിച്ച വിഷയം എന്താണ്? സ്വർഗത്തിലെ ഒരു ഹൂറിലീനെ ഹൂറിയായിക്കൊണ്ട്, ഭാര്യയായിക്കൊണ്ട് ലഭിക്കുവാൻ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നിക്കാഹ് കഴിക്കുമ്പോൾ അവിടെ മുഹീദ്ദീൻ മാല അത് മഹറാക്കണം എന്നാ. എന്നാൽ ഇവരുടെ ഒരു മുസ്ലിയാര് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് എന്താണ്? ഖുർആൻ തന്നെ മഹറാക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് പറയുമ്പോൾ നമുക്കതൊന്ന് കേട്ടുവരാം. ഞാൻ ഈ അടുത്തൊരു നിക്കാഹിന് പങ്കെടുത്തു. ആ നിക്കാഹ് കർണാടകയിലാണ്. ആ നിക്കാഹിന് വേണ്ടി പങ്കെടുത്തപ്പോൾ ആ നിക്കാഹിന്റെ സദസ്സിൽ കുറച്ച് പൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരു മുസഹഫും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നി വേറെ ഒരു നിക്കാഹ് ഒരാൾ ചെയ്യുമ്പോ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നും മുസഹഫും കൂടി മഹർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ആ മഹർ പറഞ്ഞ ആ മഹാന് പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു, മുസഹഫ് മഹർ പറയൽ പണ്ടില്ലാത്തതാണല്ലോ, അതില്ലാതിരിക്കുന്നതല്ലേ നല്ലത്. കേട്ടല്ലോ നിങ്ങള്? ഖുർആൻ പോലും മഹറാക്കി കൊടുക്കുവാൻ പാടില്ല എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മൊയ്തീൻ മാല. ഈ മൊയ്തീൻ മാല കൊണ്ട് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗത്തിൽ മുത്തമഹിന്ന എന്ന് പറയുന്ന അത്രയും വലിയ സുരലോക സുന്ദരിയായ ഒരു ഹൂർലീനെ കിട്ടുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള പിഴച്ച വിശ്വാസവുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്, ഈ ഉമ്മത്തിനെ വഴിപിഴപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഈ ഒരു വിഷയം, ഇത് ഒരു മുഖാമുഖം പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ട വിഷയമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് അനസ് മൗലവി തന്നെ അവിടെ സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ മഹല്ലത്തിൽ എത്ര ആളുകളാണ് മുഹീദ്ദീൻ മാല മഹർ കൊടുത്ത്? ഇനി ഒന്നും കൂടി ചോദിക്കാം, ഈ ഉസ്താദ് ഈ മുഹീദ്ദീൻ മാല മഹർ കൊടുത്തിട്ടാണോ കിട്ടിയത്? ആണോ? ഈ കറാച്ചി പാത്തുമ്മ എന്ന് പറഞ്ഞാൽ സംഗതി മൂപ്പര് തന്നെ അതിന്റെ ശറഹ് എഴുതി, നമ്മൾ പറയണ്ട. മൂപ്പര് തന്നെ അതിന്റെ ശറഹ് എഴുതി എന്ന് പറഞ്ഞാല്
കറാച്ചി പാത്തുമ്മ ഏതാന്ന് മൂപ്പര് പറഞ്ഞല്ലോ. കറാച്ചി പാത്തുമ്മക്ക് പുയ്യാപ്പിള വേണ്ട പറയാൻ. അപ്പൊ കറാച്ചി പാത്തുമ്മയെ കെട്ടാം. മുഹീദ്ദീൻ മാല മഹർ കൊടുത്തവർക്കാണ് നഫ്സു മുത്മഇന്ന എന്ന് പറഞ്ഞാൽ ഉസ്താദും മഹർ കൊടുത്തത് മുഹീദ്ദീൻ മാലയാണോ എന്നൊരുത്തൻ ചോദിച്ചാൽ ആ പാവം സ്ത്രീ എന്തിനാ പറയിപ്പിക്കുന്നത്? ഇവിടെ എത്ര മുസ്ലിങ്ങളുണ്ട്, എത്ര ആളുകളുണ്ട്, എത്ര ആളാ മഹർ കൊടുത്തത് ഈ മുഹീദ്ദീൻ മാല? മുഹീദ്ദീൻ മാല മഹർ കൊടുക്കാൻ ആരാടോ പറഞ്ഞത്? മഹർ എന്ന് പറഞ്ഞാൽ തന്നെ മുഹീദ്ദീൻ മാല കൊടുക്കേണ്ടതാണോ? വാത്തുന്നിസാത്ത് സദുഖാത്തിഹിന്ന നിഹ്ല എന്ന വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ സ്ത്രീകൾക്ക് നിങ്ങൾ മഹർ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എത്ര ഗൗരവത്തിൽ അത് പറഞ്ഞത്. ആ മഹറായിട്ട് മുഹീദ്ദീൻ മാല കൊടുത്തിട്ടില്ലെങ്കിൽ അത് കറാച്ചി പാത്തുമ്മയാകും എന്ന് പറയുമ്പോൾ എത്ര മാത്രം അപകടകരമായ വാദമാണ് ഇദ്ദേഹം വാദിക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്താണെന്നറിയില്ല, എന്ത് പറ്റി ഈ മൂവാറ്റുപുഴക്കാർക്ക് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളുടെ ഉമ്മയുടെ ചാരിത്രം, നിങ്ങളുടെ ഭാര്യയുടെ ചരിത്രമൊക്കെ ചോദ്യം ചെയ്യണം ഉസ്താദ്. എന്നിട്ട് വളരെ സമർത്ഥമായ രൂപത്തിൽ നിന്നിട്ട് നമ്മുടെ വാപ്പ ഉമ്മക്ക് കൊടുത്തത് മുഹീദ്ദീൻ മാലയാണോ മഹർ കൊടുത്തത്? ആണോ? ഈ പറയുന്ന വാക്കിന്റെ അർത്ഥവും ആഴവും തിരിഞ്ഞിട്ടാണോ ഈ ഉസ്താദ് പ്രസംഗിക്കുന്നത്? ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ ചുവട്ടിൽ അത് ദുർബലമാണ് എന്ന് എഴുതി വെച്ചിട്ട് അത് വായിക്കാതെ മറച്ചു വെച്ച് വായിച്ച ഉസ്താദ്. നമ്മളന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം തന്നെയായി പറയുന്നത് മാല മഹറുമായിട്ട് കൊടുക്കണം പോലും. മാല എന്ന് പറഞ്ഞാൽ തന്നെ 400 കൊല്ലം മുമ്പ് എഴുതിയതാണ് ഉസ്താദെ. ഖാദി മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഈ മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന സാധനം ഈ ഉലകം കണ്ടിട്ടില്ല, മുസ്ലിമീങ്ങൾ കണ്ടിട്ടില്ല, 1000 കൊല്ലം ജീവിച്ച ഉപ്പാപ്പുമാര് കണ്ടിട്ടില്ല, കൊടുങ്ങല്ലൂർ തീരത്ത് വന്ന മാലിക് ബിൻ ദിനാർ കണ്ടിട്ടില്ല, പായക്കപ്പൽ വന്ന സ്വഹാബത്ത് കണ്ടിട്ടില്ല. കേരളത്തിൽ ജീവിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് പുറത്തേക്ക് പോട്ടെ, അവിടെയുള്ള ആളുകളെ വിട്ടേക്ക്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ എത്രയോ മനുഷ്യരുണ്ട്, അവരെ വിട്ടേക്ക്. അപ്പൊ ഈ പറയുന്ന വാക്കുകളുടെ ആഴമറിയണം. എത്രമാത്രം അപകടകരമായ വാദഗതികളാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത്ര വാശി? എന്തിനാണ് ഇത്ര വാശി? കരുതിച്ചാൽ ഇത് വളരെ പിൽക്കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം എന്ന ആശയതലങ്ങളാണ്. അതിനെ ഇയാൾ പരിഹസിക്കുകയാണ്. ഇത് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ആശയതലം എത്രയാണെന്ന് മൂപ്പർക്ക് ഒരു വിഷയമില്ല. കാര്യം ഖുർആൻ എങ്ങനെ അവമതിക്കപ്പെട്ടാലും മുഹീദ്ദീൻ മാല ഉയർന്നു നിൽക്കണം എന്ന തരീഖത്തുകാരന്റെ ദുഷ്ട മനസ്സ് മാത്രമേ ഇദ്ദേഹത്തിനുള്ളത്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ചിലപ്പോൾ നാളെ ചിലപ്പോൾ അയാൾ നമ്മുടെ സ്റ്റേജിരിക്കും, പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അല്ല. അദ്ദേഹം പറയുന്ന വാചകങ്ങളുടെ ആഴം വളരെ കൃത്യമായി മനസ്സിലാക്കണം. മുജാഹിദുകളോട് ദേഷ്യം ഉണ്ടാവാം, നിങ്ങൾക്ക് എന്തുണ്ടായിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല. നിങ്ങളെക്കാളും വലിയ ആളുകൾ ഇവിടെ ഒരുപാട് മീശ പിരിക്കുകയും അതുപോലെ തന്നെ മുഖം ചുവപ്പിക്കുകയും അപ്രകാരം തന്നെ ചാടിക്കളിക്കുകയും ചെയ്ത് ഞങ്ങൾക്കത് വിഷയമല്ല. പക്ഷെ ഈ ഉമ്മത്ത്, ഇത് കേൾക്കുന്ന ഉമ്മത്തുണ്ടല്ലോ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഉമ്മത്ത്, സ്വന്തം മാതാവിനെയാ പറയുന്നത് എന്ന് പോലും തിരിയാതെ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന, നിങ്ങളെ ആനയിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഖൗമിന്റെ കാര്യം, അതാണ് വലിയ സങ്കടം. ഈ ഉമ്മത്തിന്റെ കാര്യം, അതാണ് വലിയ സങ്കടം. അപ്പോ സുഹൃത്തുക്കളെ, ഇതിനൊന്നും ഒരു അടിത്തറയും ഇല്ലാത്ത വർത്തമാനമാണ് ഈ പറയുന്നത്. നഫ്സു മുത്മഇന്ന, അതിന് ഹൂർലിങ്ങളെ കിട്ടും. അതല്ലെങ്കിൽ ഈ പറയുന്ന മുഹീദ്ദീൻ മാല ബഹറായി കൊടുക്കാത്ത ആളുകൾക്ക് മറ്റേ പാത്തുമായി കിട്ടും. ഏത് പാത്തുമ്മയുടെ കാര്യങ്ങൾ ഈ പറയണത്? കറാച്ചി പാത്തുമ്മ, കറാച്ചി പശു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു പുതിയ മൂല്യാർക്ക് മാത്രം അറിയുന്ന ഒരു കറാച്ചി പാത്തുമ്മ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ട്. ഇതൊക്കെ നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഏതായിരുന്നാലും തലകുത്തി നിന്നാലും ഈ നജസ്, അത് നജസ്സാണത്. ഖുർആനിനോട് ബലപ്പെടുത്താൻ കൊണ്ടുവരുന്നത് മലയാളത്തിലൊരു മലയാളി എഴുതിയ മൂല്യം. ഇവരുടെ ഗതി എന്താ നിങ്ങൾ ആലോചിക്കുക? അള്ളാഹുവിനോട് തുലപ്പെടുത്താൻ കൊണ്ടുവരുന്നത് കോഴിക്കോട്ടൊരു കാക്കായെ, മുദബ്ബിറുൽ ആലം കോഴിക്കോട്ടെ കാക്ക, പേര് CM, ചിത്തലമീത്തില് അബൂബക്കർ മൂല്യാര്, ബാഖവി. ആര്? മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കണേ. ഖുർആനോട് തുലപ്പെടുത്താൻ കൊണ്ടുവരുന്നത് ഈ പറയുന്ന കീറക്കിത്ത, ഈ ബുക്ക്. ഖുർആൻ എവിടെ കിടക്കുന്നു? ഈ സാധനം എവിടെ കിടക്കുന്നു? എന്നിട്ട് വെള്ളിയാഴ്ചകൾ അതിന്റെ ഫضലും അതിന്റെ മഹത്വം ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് തൂഫാനൊക്കെയാണ്. ഖൗമി ഇങ്ങനെ കേട്ടുപോവാൻ. ഉസ്താദ് ഇങ്ങനെ ഒരു ആയത്ത്, ഒരു ബൈത്ത് ഇങ്ങനെ പാടും, ഒരു ആയത്ത് വേറെ എവിടെന്നെങ്കിലും ഇങ്ങനെ ഓതുക. ഇത് വലിയ അപകടമാണ്. ഈ ഉമ്മത്ത് അള്ളാഹുവിന്റെ മുന്നിൽ, പടച്ചവന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും. സംശയമില്ല ഇതില്. ഇത് കളിയല്ല. ഈ മൂവാറ്റുപുഴയിലെ മഹല്ല് നിവാസികളും ഈ നാട്ടിലെ മനുഷ്യരും മുസ്ലിമീങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ച ഓരോ മുസ്ലിമും റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും.
മുജാഹിദുകൾക്ക് അത് ബാധകമല്ല. ഞാൻ 2 വട്ടം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ വിഷയം. 2 വട്ടം ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാത്തവരും ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ വളരെ കൃത്യമായി ചിന്തിച്ചോ, ഇത് ദുനിയാവിലെ കുട്ടിക്കളിയല്ല, നേരെ മറിച്ച് പടച്ചവന്റെ മുന്നിൽ നിർത്തിപ്പൊരിച്ച് ചോദിക്കുന്ന വിഷയമാണ്. നമ്മുടെ ദുനിയാവിന്റെ ഒരു കാര്യമാണ് പറഞ്ഞെങ്കിൽ ഇവിടെ കാണിച്ചു തരുന്നവര്. നമ്മൾ ദുനിയാവുമായി ബന്ധപ്പെടുന്ന, നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെടുന്ന, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും കാര്യമാണ് ഈ മൊയ്ലാരി പറഞ്ഞെങ്കിൽ ഇവിടെ ഈ കോമ വിടൂല. ഇത് പടച്ചവന്റെ കാര്യമല്ലേ, അള്ളാന്റെ ദീനല്ലേ, അത് മൊയ്ലാർ എങ്ങനെയും പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന കൗമുണ്ടല്ലോ, ആ കൗമ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോജിക്കൽ എന്ന് പറയും, 400 കൊല്ലം കോഴിക്കോട്ടെ ഒരു കാക്ക എഴുതിയ ഖുർആൻ കിതാബും അള്ളാന്റെ കിതാബും ഒന്നാണെന്ന് പറയണ, അത് ഒന്നാണെന്ന് സമർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, അത് പറയാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട്. അത് പറയാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ. കാര്യം നമ്മളിൽ അത്രമാത്രം ഉണ്ട്. ഈ ആളുകൾ ഇങ്ങനെ കേട്ട് കണ്ണുമിഴിച്ചിരുന്നിട്ട് എഴുന്നേറ്റ് പോകുമെന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ടാ. നമ്മൾ മനസ്സിലായി, നമുക്ക് ആരോടും ഒരു ബാധ്യതയില്ല കേട്ടോ. പടച്ചവനോടുള്ള ബാധ്യതയാണ് ഏറ്റവും വലിയ ബാധ്യത. അള്ളഹാനോടുള്ള ബാധ്യത ഏറ്റവും വലിയ ബാധ്യത. അള്ളാന്റെ ഖുർആനോടുള്ള ബാധ്യതയാണ് ഏറ്റവും വലിയ ബാധ്യത. ഇതിൽ എന്തെങ്കിലും ഒരു പൊള്ളുണ്ടെങ്കിൽ അത് ഖുർആനുമായിട്ട് ചേർത്ത് വായിക്കേണ്ടത് നിങ്ങൾ. ഈ മനുഷ്യൻ, നമുക്കറിയാം, ലോകത്ത് ഇമാം ഷാഫി റിസാല എന്ന കിതാബ് എഴുതി. ആരാ ഇമാം ഷാഫി റഹിമഹുല്ല? 10 വയസ്സാകുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവൻ മനപ്പാടാക്കിയ ആളാ. ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുഖത്തെ കാണാതെ പഠിച്ചിട്ട് മദീനത്തെ പള്ളി പോയി ദർസ് നടത്തിയ ആളാ ഇമാം ഷാഫി റഹിമഹുല്ല. അദ്ദേഹമാണ് അരിസാല എന്ന് പറയുന്ന പ്രൗഢമായ കിതാബ് എഴുതിയത്. എന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് വായിക്കടാന്ന് പറഞ്ഞു. ആദ്യം വായിച്ചു. അപ്പൊ നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ ഷാഫി ഇമാം തിരുത്തി. രണ്ടാമത് വായിപ്പിച്ചു, വീണ്ടും തെറ്റുകൾ തിരുത്തി. 60 വട്ടം വായിച്ചു. 60 വട്ടം വായിച്ചു. 60ാമത്തെ വട്ടം കേൾക്കുമ്പോഴും തെറ്റ്. അവസാനം ഷാഫി ഇമാം പറഞ്ഞു, മനുഷ്യന്മാരെഴുതിയ കിതാബൊക്കെ ഇങ്ങനെ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ തെറ്റതിലുണ്ടാവും, പുറത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഇനി 61ാമത്തെ വട്ടം വായിച്ചാലും തെറ്റുണ്ടാവും. തെറ്റുപറ്റാത്ത ലോകത്തെ ഏക ഗ്രന്ഥം അത് അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ കിതാബ് മാത്രമാണ്. ഷാഫി ഇമാം എന്ന് പറഞ്ഞിട്ട് റിസാല പുറത്തിറക്കിയത്. തെറ്റിനി ഉണ്ടാവാം. തെറ്റുപറ്റാത്തൊരു ഗ്രന്ഥം അള്ളാഹിന്റെ കിതാബല്ലാത്ത ഒരു കിതാബ് ലോകത്തുണ്ടാവില്ല. എന്നാൽ ഇവിടുത്തെ പറയാണ് മുഹീദ്ദീൻ മാല അള്ളാഹിന്റെ കിതാബ് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു തെറ്റുണ്ടാവൂല. അള്ളാഹിന്റെ കിതാബിനോട് കിടപടിക്കാൻ കിട്ടുന്ന ഒരു കിതാബ് എന്തിനാണിത്? ഏത് ഒരു തരീക്കത്തുകാരന്റെ ദുർവാശിക്ക് മുന്നിൽ, അവന്റെ ഈ ബലം പിടുത്തത്തിന് മുന്നിൽ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ വാവിളിച്ചിരിക്കാൻ. CV ചെറിയാൻ വിശുദ്ധ ഖുർആനെ ചോദ്യം ചെയ്തപ്പോൾ മുദ്രാവാക്യം പിടിച്ചിട്ട് ഓടിയ കൗമ ഇത്. തസ്ലീമ നസ്രീൻ ഖുർആനെതിരെ ആക്ഷേപം പറഞ്ഞപ്പോൾ മുദ്രാവാക്യം വിളിച്ച് ഓടിയ കൗമ ഇത്. ആ കൗമിന്റെ മുന്നിൽ ഉസ്താദ് ഇരുന്നിട്ട് ഇങ്ങനെ ആഴ്ചക്കാഴ്ചക്ക് തള്ളുകയാണ്. ഒരു പ്രശ്നമില്ല, അത് അള്ളാന്റെ കിതാബല്ലേ. അപ്പോ ഇത് വളരെ ഗൗരവത്തോടെ ഉമ്മത്ത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞങ്ങൾ മഅദൂറാണ്, ഞങ്ങൾക്കിത് പറയാനേ പറ്റുള്ളൂ. പടച്ചവന്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി ആ മുസ്ലിയാർക്കടക്കം ചോദ്യം ചോദിക്കാൻ അവസരവും ഞങ്ങൾ കൊടുത്തു. ഇത് മുസ്ലിയാർക്കടക്കം ചോദിക്കാൻ അവസരം കിട്ടിയതാണ്. ഫൈസിക്കടക്കം വന്ന് ചോദിക്കാൻ അവസരം തന്നതാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട്, പ്രമാണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വന്ന് ചോദിക്കാം, ഞങ്ങളെ വിചാരണ ചെയ്യാം. ഞങ്ങൾ പറഞ്ഞത് സത്യമല്ല, അയാൾ പറയുന്നതാണ് സത്യമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ വരാം. ഞങ്ങൾ അവസരം ഒരുക്കിയതാണ്. ആ ഒരു എതിറും പറയാൻ നിങ്ങൾക്ക് കഴിയില്ല പടച്ചവന്റെ മുന്നിൽ. ഇത് പരസ്യപ്പെടുത്തിയതാ വിഷയം. വിശുദ്ധ ഖുർആനും മാലമൂലതും പരസ്യപ്പെടുത്തി നാട് നീളം മൂവാറ്റുപുഴ മാത്രമല്ല എത്തിക്കാവുന്നിടത്തൊക്കെ എത്തിച്ചു. പൈസക്കടക്കം വന്നിട്ട് ചോദിക്കാൻ അവസരം ഉണ്ടാക്കിയതായി ഇത്. കാരണം വെച്ചാൽ ഇത് എതിറാണ്. ഇത് കേട്ട് വേണവന് സ്വീകരിക്കാൻ, വേട്ടാത്തവന് തള്ളിക്കളെ, ആരുമിലും അടിച്ചേൽപ്പിക്കണില്ല. പക്ഷേ ഈ ജാതി വർത്താനുണ്ടല്ലോ, ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് കേട്ടാൽ മനസ്സിലാകുന്നത് ഇത് പൊള്ളാണ് എന്ന് തിരിയുന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഛർദ്ദിക്കുന്നത്, അദ്ദേഹം ഈ രൂപത്തിൽ വിശദീകരിക്കുന്ന പള്ളിക്കകത്ത് നിന്നിട്ടാണ് ഇത് പറയുന്നത്. അത് ആലോചിക്കുന്നത് കഷ്ടമാണിത് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും സംഘടനക്കാർ റോഡുമേ സ്റ്റേജ് കെട്ടി കൊടുക്കും, മൂപ്പര് പ്രസംഗിക്കട്ടെ. ഈ പള്ളിയിൽ നിന്ന് ഇത് പറയുന്ന ഒഴിവാക്കുക എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇടമാണ്, അള്ളാന്റെ കേന്ദ്രമാണ്, വഖഫ് ചെയ്ത ഭൂമിയാണത്. അവിടെ നിന്നിത് പറയുന്നത് ഒഴിവാക്കണം എന്ന് പറയാനെങ്കിലും ഈമാനുള്ള മനുഷ്യർ തയ്യാറാകണം എന്ന് മാത്രമേ അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ള. മൂപ്പർ ഒരുപാട് ക്ലിപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ കുറേ ഉണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന ജഹാലത്തുകൾ എത്രയെന്നറിയോ, എത്രയാണ് ഈ അടിച്ചു വിടുന്നത്. ഇത് കൗമ് സ്വീകരിച്ച് കേട്ട് ശരിയാണെന്ന് വിചാരിച്ച് പോവാണ്.